പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് മരീന. ഞാൻ അരീക്കരയിൽ നിന്നാണ് വരുന്നത്. ഞാൻ വിദേശത്ത് US-ലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ 2 ആഴ്ചത്തെ അവധിക്ക് ധ്യാനം കൂടാനും മറ്റുമായിട്ട് വന്നതാണ്. ഞാനൊരു 10-12 വയസ്സ് പ്രായമുള്ളപ്പം തൊട്ട് ബന്ധിങ് സ്ഥിരമായിട്ട് ധരിക്കുമായിരുന്നു. ഒരിക്കലും തന്നെ ഊരിയിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ വീട്ടിൽ നിന്നൊന്നും അങ്ങനെ ഒരു പ്രേരണ കിട്ടിയിട്ടില്ല. എനിക്ക് സ്വന്തമായിട്ടൊരു ഇഷ്ടവും താല്പര്യവും തോന്നി അങ്ങനെ ഉപയോഗിക്കുന്നതായിരുന്നു. ഇവിടെ ഞായറാഴ്ച ധ്യാനത്തിന് ആരാധനയുടെ സമയത്ത് ബ്രദർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, കടലിൽ പോയി അപകടകരമായിട്ട് രക്ഷപ്പെട്ടു വന്ന ആളിവിടെ ഇരിപ്പുണ്ട്, ആൾ അച്ഛനെ കാണണം, പ്രാർത്ഥന സ്വീകരിക്കണം എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, ആരാണാവോ എന്നിങ്ങനെ ഓർത്തിരുന്നു. പക്ഷേ ഇന്നലെ കൗൺസിലിംഗ് ചെന്നപ്പം വീണ്ടും ഈ കാര്യം ബ്രദർ ചോദിച്ചു, ഇങ്ങനെ അപകടം ഉണ്ടായിട്ടുണ്ടോ. അന്നേരമാണ് ഞാൻ ശരിക്കും ഓർക്കുന്നത്, 2004 സുനാമിയുടെ സമയത്ത് ഞാനും എൻ്റെ കുടുംബവും വേളാങ്കണ്ണി പള്ളിക്കകത്തായിരുന്നു. ആ പള്ളിയിൽ കുർബാനയിലായിരുന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങളെല്ലാവരും രക്ഷപ്പെട്ട് യാതൊരു കുഴപ്പമില്ലാതെ തിരിച്ചു വന്നത്. അപ്പം ബ്രദറിനോട് ഈശോ പറഞ്ഞു, ബ്രദർ അങ്ങനെയാണ് കടലിൽ പോയി രക്ഷപ്പെടല്ലോ, അങ്ങനെയല്ല പറഞ്ഞേ ബ്രദർ, ഇങ്ങനെ തന്നെയല്ലേ പറഞ്ഞേ, ഈ സുനാമിയിൽ നിന്ന് രക്ഷപ്പെട്ടു അങ്ങനെയല്ലേ പറഞ്ഞേ. സുനാമി വന്നിട്ട് സുനാമിയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടവരോട് നന്ദി പറയാനാണ് വന്നത്. അപ്പം അത് ചേച്ചിയായിരുന്നു അല്ലേ, നല്ലൊരു കൈയടി കൊടുത്തേ കണ്ടോ. നമ്മുടെ ബ്രദർ വിളിച്ച് പറഞ്ഞതാണ്, സുനാമി വന്ന് സുനാമി ഞാനിവിടെ ഇരിക്കുന്നുണ്ടായി, ഞാനും ശ്രദ്ധിച്ചു, വലിയ സാക്ഷിയാണ്. സുനാമിയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇവര് ആ പള്ളിയുടെ ഉള്ളിലായതുകൊണ്ട് പള്ളിയുടെ ഉള്ളിലേക്ക് മാത്രം വെള്ളം കയറിയില്ല അല്ലേ. അപ്പൊ നിങ്ങളവിടെ പള്ളിയുടെ ഉള്ളിൽ വെള്ളം കയറിയില്ല, മുഴുവൻ വെള്ളം ആ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ട് അല്ലേ. ഇത് സുനാമി ആണെന്നൊന്നും മനസ്സിലായില്ല. കുർബാന കഴിഞ്ഞത് ഞാനും എൻ്റെ ഭർത്താവും കൂടെ കടൽ തീരത്ത് പോയി, വെള്ളം കയറി, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൈ പിടിച്ച് കടൽ തീരത്ത് പോയി. അപ്പോൾ സുനാമിയോ അതിൻ്റെ ഗൗരവമൊന്നും മനസ്സിലായില്ല. പക്ഷെ തിരിച്ചു വന്ന വഴിക്ക് അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ ഡെഡ് ബോഡികൾ കിടക്കുന്നൊക്കെ കണ്ടു. അപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ എന്തോ ഗൗരവമുള്ള സംഭവം നടന്നത്. ഇതിൻ്റെ പേരും ഒക്കെ പിന്നെയാണ് മനസ്സിലാകുന്നത്. അപ്പം ഉത്തരീയം നീ ധരിച്ചിരുന്നത് കൊണ്ടാണ് അതന്നെ കാര്യങ്ങളടിച്ച് നന്ദി പറഞ്ഞേ കണ്ടോ. ബ്രദർ പ്രത്യേകം പറഞ്ഞിരുന്നത് സുനാമിയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു, അത് ഉത്തിരിയും കഴുത്തിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നീ രക്ഷപ്പെട്ടതെന്ന് വിളിച്ചു കണ്ടോ. നിങ്ങൾ അതിന്റെ സാക്ഷികളാണ് കേട്ടോ. ഉത്തിരിയത്തിന് നമ്മൾ ചിന്തിക്കുന്ന ഒരു നിസ്സാര ഒരു സംരക്ഷണം അങ്ങനെയല്ല, അതിലപ്പുറത്തേക്ക് ഒരു ഭയങ്കര സംരക്ഷണമാണ് ഈ ഉത്തിരി. അതുകൊണ്ടാണ് ചിത്രയും പ്രൊമോട്ട് ചെയ്യണേ.